ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മൂങ്ങ മുത്തശ്ശിയെ ആ കോടതിയിലിട്ട് പൊഴിച്ചടുക്കിയിരിക്കുക നമ്മുടെ വക്കീല് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ തക്ക മറുപടിയൊക്കെ നൽകി മൂങ്ങയോട് പറഞ്ഞു, അതെ ഇനി എന്തായാലും വല്യമ്മ അവിടെ പോയി ഇരുന്നോ, ഇനി അടുത്തതായിട്ട് ഈ കോടതിക്ക് വിസ്തരിക്കാനായിട്ടുള്ളത് ദീപയാണെന്ന് പറഞ്ഞു. ദീപ വരുന്നു എന്ന് അറിയുന്ന സമയത്ത് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക, ദീപയെ കൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ലെന്നേ. ദീപ തന്നെ ഒരു വലിയ സംഭവമായിട്ടൊന്നും നമ്മുടെ പ്രകാശന് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ പ്രകാശൻ സമാധാനിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയത്താണെങ്കിലോ വക്കീല് ദീപയെ വിളിച്ചു. ദീപയോട് ഇയാളെ മുന്നേ വിവാഹം കഴിച്ച കാര്യം ദീപയ്ക്ക് അറിയാമായിരുന്നു എന്ന് ചോദിക്കുക. അത് സാറേ, എനിക്കറിയില്ലായിരുന്നു. ഇയാള് വിവാഹം കഴിച്ച കാര്യമൊക്കെ അറിഞ്ഞത് ഈ ലക്ഷ്മിയമ്മ എന്ന് പറയുന്ന സ്ത്രീ കഴിഞ്ഞ ഇടയ്ക്ക് നാട്ടിൽ വന്ന സമയത്താണ്. എന്തായാലും ഇയാൾ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നു സാറേ. ഇത്രയും വർഷവും അയാളുടെ കൂടെ ജീവിച്ചതാ ഞാൻ. എന്നിട്ട് അവസാനം അയാൾ എനിക്കൊരു പേര് ദോഷവും കൂടി സമ്മാനിച്ചു. ഞാനും എൻ്റെ കല്യാണി മോളുടെ അച്ഛനും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് വരെ ഇയാൾ വരുത്തി തീർത്തു. അങ്ങനെയുള്ള ഈ വൃത്തികെട്ടവൻ ഇയാളാണ് ഈ രീതിയിലൊക്കെ വഴിപഴിച്ച് നടന്നതെന്നും ദീപ അവിടെ വെച്ച് പറയുക. എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ മഹാഭാവി എന്നും പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ ആലോചിക്കുവോ. ഇപ്പൊ നമ്മുടെ മൂങ്ങാമുത്തശ്ശിയും അതുപോലെ വിക്രവും ആണെങ്കിലോ ഈ പെണ്ണും പിള്ളക്ക് ഇത് എന്തിന്റെ കേടാ, ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിച്ച പോരെന്ന് വിക്രവും മൂങ്ങയും പരസ്പരം പറയുകയാണ്. അപ്പം നമ്മുടെ പ്രകാശനെ അതിനുശേഷം നിങ്ങൾ കണ്ടായിരുന്നോ ദീപേ? കണ്ടായിരുന്നു സാറ്. ഇയാള് വിവാഹം കഴിക്കുന്ന അന്ന് കൂടി ഇയാൾ അമ്പലത്തിൽ വന്നായിരുന്നു. അവിടെ വന്ന സമയത്തും അയാൾ എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചത്. അതും പോരഞ്ഞ് ഞാൻ അയാളുടെ കഴുത്തിൽ കൂടി കയറിയ ഒരു മൂർഖം പാമ്പായിരുന്നെന്നും എന്നെ ഊരി എറിഞ്ഞതിന് ശേഷമാണ് അയാൾക്ക് സമാധാനം ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞത്. സാറേ, ഈ 2-3 വിവാഹം കഴിച്ച് ആ സ്ത്രീകളുടെ ജീവിതമൊക്കെ നശിപ്പിക്കുന്ന ഇയാളെ പോലെയുള്ള ഒരാള് മര്യാദ രീതിക്ക് നടക്കാൻ പാടില്ല സാറേ. ഇയാളെ എങ്ങനെയെങ്കിലും ഇവിടെ ഇട്ട് പൂട്ടണമെന്ന് നമ്മുടെ ദീപ പറയുക. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജഡ്ജിയമ്മൻ പറയുന്നുണ്ട്, ആഹാ മൂർഖം പാമ്പോ? ഇവിടെ പ്രകാശം തന്റെ 2ാമത്തെ ഭാര്യ മൂർഖം പാമ്പാണെങ്കിൽ തന്റെ ആദ്യ ഭാര്യ ലക്ഷ്മി അത് രാജഗോപാലെ ആയിരിക്കുമല്ലോടോ. ഇതൊക്കെ കേട്ട് നമ്മുടെ പ്രകാശം മിണ്ടാതെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ദീപ പറയാവുന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞപ്പം അടുത്തതായി ആ കോടതിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ വിക്രമാദിത്യനെയാണ്. വിക്രത്തെ വിളിച്ചതും മൂങ്ങമുത്തശ്ശി വിക്രത്തിന് ക്ലാസ് എടുക്കാൻ തുടങ്ങി. എടാ മോനെ, ദേ അച്ഛന് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ മോൻ അവിടെ പോയി പറയാവുള്ളൂ. അറിയാലോ മോനെ, എൻ്റെ പൊന്നു മോനാണ് ആ കോടതിയിൽ നിൽക്കുന്നത്. എൻ്റെ മോനെ, നീ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയൂ കേട്ടോ. അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഉന്തിത്തള്ളി നമ്മുടെ വിക്രത്തിനെ ആ കോർട്ടിലേക്ക് കയറ്റി. അതിനുശേഷം നമ്മുടെ വിക്രത്തിനെ വക്കീല് ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്താ ഇയാളുടെ യഥാർത്ഥ പേര്? വിക്രമാദിത്യൻ എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ സാറേ, വിക്രമാദിത്യൻ എന്നാണ്. ആഹാ, വലിയ രാജാവിന്റെ പേരൊക്കെയാണല്ലോ തനിക്ക് ഇട്ടിരിക്കുന്നത്. ആരോടോ തനിക്ക് ഈ പേരിട്ടത്? എൻ്റെ അച്ഛനാ സാറേ ഈ പേരിട്ടത്. ആഹാ, അതും കൊള്ളാം. അല്ല, വിക്രത്തിനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടല്ലോ. വിക്രത്തിന്റെ അമ്മയെ കുറിച്ച് വിക്രം കുടുംബ കോടതിയിൽ വളരെ മോശമായിട്ടാണല്ലോ സംസാരിച്ചത്. എന്നിട്ട് തന്റെ അച്ഛൻ 2 വിവാഹം കഴിച്ചതാണെന്ന് അറിഞ്ഞിട്ട് തനിക്കൊരു പ്രയാസം ഇല്ലേടോ എന്ന് ചോദിക്കാം. ഞാൻ എന്തിനാ സാറേ അതിന് വിഷമിക്കുന്നത്? അച്ഛൻ ചെയ്തത് അത്ര തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സാറേ. പിന്നെ ഞാൻ എന്തിനാ അതിനെ എതിർക്കുന്നത്? അത് ശരിയാണല്ലോ. വിക്രത്തിനെതിരെ ശരിക്കും ഈ കോടതിയിൽ എത്ര കേസുകളുണ്ട് സാറേ? അത് ചില കേസുകളൊക്കെ ഉണ്ട്, 1-2 കേസുകളൊക്കെ എൻ്റെ പേരിൽ ഇവിടെ ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ജഡ്ജി സാറേ, ഈ നിൽക്കുന്ന പുള്ളി വലിയൊരു പുള്ളി തന്നെയാ. അച്ഛൻ്റെ അതേ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകുന്ന ഒരു മോൻ. അങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ സോണിയെ ചതിച്ച് വിവാഹം കഴിച്ച കഥയും അതുപോലെ സ്വാതി എന്ന് പറയുന്ന ഡോക്ടറെ വിവാഹം കഴിക്കാനായിട്ട് ശ്രമിച്ച കഥയും അതോടൊപ്പം ശരണ്യ വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് വന്നതും അവളെടുത്ത റിവെഞ്ചിനെ കുറിച്ചും ഒക്കെ വക്കീല് നല്ല ഗംഭീരമായിട്ട് ചർച്ച ചെയ്യാണ്. ഇതൊക്കെ കേട്ട് നാണം കെട്ട് നിൽക്കുക വിക്രമാണെങ്കിലോ കല്യാണിയുടെ മുഖത്ത് പോലും നോക്കാനുള്ള ശക്തി നമ്മുടെ വിക്രത്തിനില്ല. അങ്ങനെ അവൻ അവിടെ ഇങ്ങനെ വേർത്ത് നിൽക്കുന്ന സമയത്ത് വക്കീല് ചോദിച്ചു, അച്ഛന്റെ അതേ പാത പിന്തുടരുന്ന നീ അച്ഛനെ ന്യായീകരിക്കുക തന്നെ ചെയ്യുള്ളൂ. ഒരു തെറ്റും ചെയ്യാത്ത നിന്റെ അമ്മയെ നീ മോശക്കാരിയാക്കി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ വിക്രമാദിത്യ, എന്തായാലും അധിക നാളാകുന്നതിന് മുന്നേ തന്നെ ഈ ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷ നിനക്ക് ലഭിച്ചിരിക്കും. നിന്നെ ആ ശരണ്യ എങ്ങനെയാണ് പ്രതികാരം വീട്ടിയത് എന്നുള്ളത് ഈ കോടതി കണ്ടത് തന്നെയാണ്. എന്തായാലും അതുപോലെയുള്ള ഒരു അച്ഛനെ സപ്പോർട്ട് ചെയ്തല്ലേ നീ നിൽക്കുള്ളൂ.
അച്ഛന്റെ അതേ പകർപ്പ് തന്നെയാണ് നീയെന്നും പറഞ്ഞ് വക്കീൽ നമ്മുടെ വിക്രത്തിന്റെ തൊലി ഉരിയ. വക്കീലിനോടാണെങ്കിലോ വിക്രത്തിന് നല്ല തീരാത്ത കലിപ്പ് തോന്നുന്നു. അങ്ങനെ വിക്രം അവിടെ നിന്നും ഇറങ്ങിയ സമയത്ത് മൂങ്ങയാണെങ്കിലോ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, നിന്റെ അച്ഛനെ മിക്കവാറും നമ്മൾ ജയിലിൽ പോയി കാണേണ്ടി വരും. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇനി അടുത്തതായി ഇതിനൊക്കെ നല്ല വ്യക്തമായിട്ടുള്ള മൊഴി നൽകേണ്ടത് പരാതിക്കാരി തന്നെയാണ്. അതുകൊണ്ട് പരാതിക്കാരിയെ ക്ഷണിക്കാമെന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മയെ വിളിക്കാൻ തുടങ്ങുന്ന സമയം ജഡ്ജി ഹേമന്ത വാച്ചിലേക്ക് നോക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, അതെ, എന്തായാലും ഇന്നിനി കോടതി കൂടിയിട്ട് ഇവരുടെ വിസ്താരം കേൾക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് 9-ാം തീയതിയിലേക്ക് ഈ കേസിന്റെ വാദം മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ പ്രകാശന് നല്ല ആശ്വാസമാകുകയാണ്. എന്തായാലും പ്രകാശം വിചാരിച്ചതല്ല, മിക്കവാറും തന്നെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പൂട്ടിക്കളയുമെന്നാണ് പ്രകാശൻ വിചാരിച്ചത്. പക്ഷെ പ്രകാശന് രക്ഷയായത് ഇനി ലക്ഷ്മിയമ്മ പറയുന്ന ആ ഒരു മൊഴി അത് കൊടുക്കാനായിട്ട് ലക്ഷ്മി ഈ ഭൂമുഖത്ത് വേണയോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മുടെ പ്രകാശൻ തീരുമാനിക്കാൻ ആലോചിക്കുകയാണ്. അങ്ങനെ ആ കോടതിയിൽ നിന്നും പ്രകാശനും അതുപോലെ നമ്മുടെ വിക്രവും മൂങ്ങയും ഒക്കെ കൂടി തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മിയമ്മയും വക്കീലും കിരണും കല്യാണിയും ഒക്കെ കൂടി ഒന്ന് സംസാരിക്കുക. അപ്പം ലക്ഷ്മിയമ്മയാണെങ്കിലോ വക്കീലിന്റെ അടുത്ത് പറയുന്നുണ്ട്, അതെ വക്കീലെ, ആ വിക്രത്തിനും അതുപോലെ അവന്റെ അച്ഛനും ഒന്നും പെട്ടെന്നൊന്നും ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ട വക്കീലെ. അവന്മാരെ ഞങ്ങൾ കുറച്ച് ദിവസം കൂടിയിട്ട് പന്ത് തട്ടുന്നത് പോലെ തട്ടണം. നിങ്ങൾ എന്തൊക്കെയാ ലക്ഷ്മിയമ്മ ഈ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? വക്കീലെ, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വക്കീലിനോട് ഞങ്ങൾ പറഞ്ഞു തരാം. അതിനുശേഷം മാത്രം ഇവനെതിരെയുള്ള വിധി പ്രഖ്യാപിച്ചാൽ മതി. എന്തായാലും 9-ാം തീയതിയിലേക്ക് കേസ് നീട്ടിയതിൽ എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. എന്നാലും 9-ാം തീയതി എന്ന് പറയുന്ന ആ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ ലക്ഷ്മി കോടതിയിൽ കയറി ഇവനെതിരെയുള്ള ആ സാക്ഷി പറഞ്ഞിരിക്കും. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. എന്തായാലും ഇവനെ പോലെയുള്ള ഒരു അലവലാതി ഇനി ഈ നാട്ടിൽ ഞെളിഞ്ഞു നടക്കരുതെന്നും പറഞ്ഞ് ലക്ഷ്മിയമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രകാശനും തള്ളയും മോനും ഒക്കെ കൂടി ഇറങ്ങി വരികയാണ്. ഇവര് കണ്ട പാടെ തന്നെ നമ്മുടെ ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്നാ പിന്നെ ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് ലക്ഷ്മി വക്കീലിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷമാണെങ്കിലോ പോര് മുറുകാൻ തുടങ്ങുകയാണ്. നമ്മുടെ ദീപയുടെ അടുത്തേക്ക് പ്രകാശം ചെന്നു. ഇത്രയും കാലവും വായി പഴവും വെച്ചുകൊണ്ടിരുന്ന നീ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ സംസാരിച്ചത്? നീ പറഞ്ഞു വന്ന് അവസാനം എന്നെ പൂട്ടിക്കളയാന്നാണല്ലോ വിചാരിച്ചത്. എന്നിട്ട് എന്താടി സംഭവിച്ചത്? നീയും അതുപോലെ തന്നെ നിന്റെ സേനനുണ്ടല്ലോ, നിന്റെ കള്ളക്കാമുകൻ, അവനും ഒക്കെ കൂടി ചേർന്ന് എന്നെ അങ്ങ് ഒലത്തിക്കളയാന്ന് വിചാരിച്ചോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല ദീപേ. ഞാൻ പഴയ ഞാനൊന്നും അല്ല, ഇപ്പൊ കോടീശ്വരനാണ്. എനിക്ക് കളിക്കാനായിട്ട് പൈസക്കാണെങ്കിൽ ഒരു ക്ഷാമവും ഇല്ല. നിന്റെ സേനൻ ഇറക്കുന്നത് പോലെയുള്ള ഗുണ്ടകളെ ഇറക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറക്കിയിരിക്കും. നിന്നെയും ഈ നിൽക്കുന്ന കല്യാണിയും ആ കിരണിനെയും ഒക്കെ തോൽപ്പിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശൻ ഒരേ വീമ്പടിയാണ്. പ്രകാശന്റെ മനസ്സിലിരിപ്പും കാര്യങ്ങളും ഒക്കെ കേട്ട് കഴിയുമ്പോൾ വിക്രം ആണെങ്കിലും ഈ നിൽക്കുന്ന ഇവളാണച്ച ഈ തള്ളയ്ക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് കൂടെ നിൽക്കുന്നത്. നിങ്ങളെ കല്യാണിയുടെ അമ്മ മാത്രമാണ്, നിങ്ങൾ എൻ്റെ അമ്മയൊന്നും അല്ലാന്നും പറഞ്ഞ് നമ്മുടെ വിക്രമാദിത്യൻ ഇങ്ങനെ സംസാരിച്ചതും, എടാ ഇത് കോടതി വളപ്പായി പോയി, ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇതൊക്കെ പറയുന്ന നിന്റെ കരണക്കുറ്റി അടിച്ച് ഞാൻ ഞെരിപ്പിച്ചേനെന്നും പറഞ്ഞ് കിരൺ നമ്മുടെ വിക്രത്തിനെ തല്ലാൻ ഒരുങ്ങുകയാണ്. അപ്പൊ വിക്രം ആണെങ്കിലോ പെട്ടെന്ന് തന്നെ പറഞ്ഞു, എന്റെ ദേഹത്തെങ്ങാനും ഒരു തുള്ളി മണ്ണ് വീണ് കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് ചോദിക്കാനായിട്ട് ഒരു ചേച്ചി ഉണ്ടടാ, എന്റെ കാർത്തിക ചേച്ചി. നീയും അതുപോലെ ഈ നിൽക്കുന്ന വൃത്തികെട്ട സ്ത്രീയും ഒക്കെ ചേർന്ന് അവരെ എന്തെങ്കിലും പറഞ്ഞ് ഇളക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടപ്പാകില്ല. എൻ്റെ അച്ഛനും കാർത്തിക ചേച്ചിയുടെ അമ്മയും തമ്മിലുള്ള വിവാഹം അത് നടന്നിരിക്കും. നീയൊക്കെ വെറും മനപ്പായസം കൊണ്ടിരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിരണിനോട് ദേഷ്യപ്പെടുക. അപ്പൊ കിരണാണെങ്കിലും ഇതൊക്കെ കേട്ട് ശരിക്കും പറഞ്ഞാല് ദേഷ്യം വന്നിട്ട് നമ്മുടെ വിക്രമാദിത്യനെ തല്ലാൻ ഒരുങ്ങുമ്പോൾ വക്കീല് കയറി ഇടപെട്ടു. വക്കീല് പറഞ്ഞു, എൻ്റെ പൊന്നു കിരൺ സാറെ, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഇവരെ ഞാൻ സമാധാനിപ്പിച്ച് വിട്ടോളാം സാറ്, ദയവ് ചെയ്ത് ഇവിടെ വെച്ചൊരു വിഷയം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് കിരണിനെ തടുക്കുന്ന സമയം നമ്മുടെ കിരൺ പറയാണ്, അതെ വിക്രം, ഈ നിൽക്കുന്ന അച്ഛനും അമ്മുമ്മയും ഒക്കെ നിന്നെ തള്ളിക്കളയുന്ന ഒരു ദിവസം വരുവടാ. ആ ദിവസം ഈ പറയുന്ന നീ എല്ലാ കാര്യങ്ങളും ചിന്തിക്കും. ഇപ്പം അച്ഛന്റെ തെറ്റുകൾക്ക് കൂട്ടു നിൽക്കുന്ന മകനാണല്ലോ നീ, അതിലും വലിയ ഫ്രോഡാണെന്ന് കോടതിയിൽ വക്കീല് വാദിക്കുകയും ചെയ്തല്ലോ. എന്തായാലും അങ്ങനെയുള്ള നീ എന്നെങ്കിലും ഈ തെറ്റുകളൊക്കെ തിരുത്തി നീ സ്വബോധത്തോടു കൂടി ചിന്തിക്കും. അന്ന് നിനക്ക് മനസ്സിലാകൂടാ ഈ അമ്മ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകുമെന്ന്. സ്വന്തം അമ്മയെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയ നിന്റെ നാവ് പുഴുത്തു പോകൂടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണി രോക്ഷാകുലയായി സംസാരിക്കുക. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ
മുത്തശ്ശിയാണെങ്കിലും അതേടി പുഴുത്തു പോകും, നീയൊക്കെ നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോകുമെന്നും പറഞ്ഞ് നമ്മുടെ കല്യാണിയെയും കിരണിനെയും ദീപയും ഒക്കെ പ്രാഗാണ് മൂങ്ങ. അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷമാണ്. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രകാശൻ കളി തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. എന്ത് തെറ്റിനും അച്ഛന് കൊട പിടിക്കുന്ന വിക്രമാദിത്യൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ പ്രകാശന്റെ ഒപ്പം ഉള്ളിടത്തോളം കാലം പ്രകാശൻ നെഞ്ച് പിരിച്ചു നിൽക്കും. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ വിശേഷം എത്തിയിരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു.